അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദക്കുള്ള മഹറെല്ലാം എടുത്ത് അവർ അവിടെ നിന്നിറങ്ങി. മക്കൾക്കുള്ള ഫ്രൂട്ട്സും വെള്ളവുമെല്ലാം ഷമ്മസ് വാങ്ങിക്കൊടുത്തു. ഇനി നേരെ ടെക്സ്റ്റൈൽസിലേക്ക്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്. മുംതാസിനെ കൊണ്ടുവരണം. അത് ഉമ്മയുടെ നിർബന്ധമാണ്. മോനെ, നമ്മളിപ്പോൾ ഡ്രസ്സും ഇതൊക്കെ എടുക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ ചേച്ചെടുത്തോട്ടെ. ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ, നമ്മളായിട്ട് പോയി തടസ്സപ്പെടുത്തണ്ടല്ലോ. കല്യാണത്തിന് ഡ്രസ്സ് ഓക്കെ, അത് നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ എടുക്കാം. പക്ഷേ എന്നാലും വീട്ടിൽ നിന്ന് ഇടുന്നതും എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ അവളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അതല്ലേ നല്ലത്, അല്ലേ മോനെ? നവാസ് ഒന്നും മിണ്ടിയില്ല. എന്താ പൊന്നു മോനെ ഈ ഇങ്ങനെ മിണ്ടാതെ നിൽക്കണത്? ഉമ്മ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ, എനിക്ക് അതിനെക്കുറിച്ച് ഇടില്ല. അതാണ് ഷമ്മാസിനറിയല്ലോ മോനെ. ഷമ്മാസ് എന്താണ് വേണ്ടത്? ഉമ്മ പറഞ്ഞ പോലെ തന്നെ അവളുടെ ഇഷ്ടത്തിന് ഇനിയിപ്പോൾ നിക്കാഹ് കഴിയാതെ കൊണ്ടുവന്നാൽ അതും നിക്കാഹ് കഴിയാതെ വന്നില്ലേ അതും മോനെ റെജിനാൻ്റെ ഒപ്പം വന്നതല്ലേ ഓലെ ഇഫ്താറിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ. ഇതിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ അതിനെന്തോമ്മ അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എത്ര സ്ത്രീകൾ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണുന്നു സംസാരിക്കണം. പക്ഷേ ഇത് നല്ലതല്ല. എങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, അതായത് അവൾക്ക് വീണ്ടും ഒരു ഡ്രസ്സൊക്കെ മാറ്റിയെടുക്കേണ്ട രീതി ഇല്ലാതിരിക്കാൻ അളവൊക്കെ ചോദിച്ച് വിളിക്കണേക്കാളൊക്കെ നല്ലത് എനിക്ക് തോന്നുക. ഉമ്മയും നുസൈബയും ഉണ്ടല്ലോ, അവർക്ക് ഒരുമിച്ച് അങ്ങനെ എടുക്കാമല്ലോ. ഞാനും കൂടെ മാറി നിന്നുകൊണ്ട് കുഴപ്പമില്ല. ഷമ്മാസ് അവൻ്റെ കാര്യം അങ്ങ് വിശദീകരിച്ചു. ഉമ്മാക്കാണെങ്കിൽ അവളെ കൊണ്ടുവരണം, അതുതന്നെയാണ് ഉമ്മാക്കിഷ്ടം. മോനെ നവാസിനോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. മോനെ നവാസ് എന്താണ് വേണ്ടത്? ഉമ്മ എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആ ദിവസമില്ലേ, ഇനിയിപ്പോൾ നാളെ ഇതിനിറങ്ങാൻ പറ്റുമോ? നാളെ 27-ാമാണ്. നാളെ ഇപ്പോൾ ഇതിമങ്ങനെ കൂടി നിന്നാൽ പറ്റുമല്ലോ. ഇന്ന് വേദന കഴിച്ചാലേ മക്കളെ ദിവസമില്ല, 4 ദിവസമാണ് ഇനിയിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്തൊക്കെ കാട്ടിൽ എനിക്ക് പുടിയരില്ല. ഉമ്മ ക്ഷീണിച്ചിട്ടുണ്ട് തോന്നണല്ലോ. നവാസിൻ്റെ ആ ഒരു ചോദ്യം. ഇല്ല മോനെ, അങ്ങനെ ക്ഷീണിക്കാൻ പറ്റുമോ? നിങ്ങൾ ക്ഷീണിക്കുമ്പോഴൊന്നും ഞാൻ ക്ഷീണിച്ചാൽ ശരിയാവില്ലല്ലോ മക്കളെ. നിങ്ങളെൻ്റെ മക്കളൊക്കെ തന്നെയാണ്, വലിയ മക്കളേക്കണ്. ജോലിയും കൂലിയും പണവും പൈസയൊക്കെ ഉള്ള മക്കൾ തന്നെയാണ്. പക്ഷേ ചില നേരത്ത് നിങ്ങളെ കാര്യത്തിൽ നിങ്ങൾ പറ്റ ചെറിയ ബുദ്ധിയില്ലാത്ത കുട്ടികളെ പോലെയാണ്. ഇപ്പോഴും നിങ്ങളെ വൈത്തര നടക്കേണ്ട അവസ്ഥയാണ് ഞാൻ. എന്താ ഉമ്മ? ഷമ്മാസ് ഉമ്മയോട് ചോദിച്ചു. അല്ല, അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയാം. റബ്ബേ, ഞാനങ്ങനെ ക്ഷീണിച്ച് കുഴങ്ങിയാൽ പറ്റൂല. നിങ്ങളെ കാര്യങ്ങളൊക്കെ കഴിച്ചു വിട്ടണ്ടേ, അല്ലേ അതങ്ങനെ നിൽക്കല്ലേ കാരം. ഏതായാലും എന്താ മോനെ, എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്നാലും ഓളെ പോയെന്ന് കൂട്ടിക്കൊണ്ടുവന്നാലോ? ആഹാ, ഉമ്മക്ക് ഇപ്പം അതാണ് വലിയത്, ഓളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അല്ലേ? ഉമ്മ അതിപ്പോൾ ഇനി വിളിച്ച് നോക്കാം. കാരണം അധികം നേരം ലേറ്റായിട്ടൊന്നും ഇല്ലല്ലോ. വിളിച്ച് നോക്കിയിട്ട് അവൾ വരികയാണെങ്കിൽ നമുക്ക് അതായിരിക്കും നല്ലത്. നിങ്ങൾ എടുത്തുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാനായിട്ട് ഇനിയിപ്പോൾ ഇതിൽ ഒന്നും വിലക്ക് പറയുന്നില്ല. കാരണം ശരിയാണ്, നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം നിങ്ങൾ ഓക്കെ സെറ്റ് ആയിക്കോളൂ, അതായിരിക്കും നല്ലത്. ഷാമോനെ, ഈ ഒരു സമയത്ത് പറഞ്ഞാൽ നവാസും ഷമ്മാസും ഓൾക്ക് ഒരുപോലെയാണ്. രണ്ടും അന്യപുരുഷന്മാരാണ്, ഒരിക്കലും ഹലാലായിട്ടില്ലല്ലോ. അപ്പോൾ എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളി. ഒന്നെങ്കിൽ ഈ ഡ്രൈവറായിട്ട് പോരുക, ഞാനും നുസിയും കുട്ടികളും കൂടി പോയി ഓളെ പോയി കൊണ്ടുവരിക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്താ വഴിച്ച് പറഞ്ഞുണ്ടാ? ഉമ്മ അതിനെന്താ, എല്ലാവർക്കും കൊണ്ട് പോകാം. ഇക്ക മുന്നിലിരിക്കുക, നിങ്ങൾക്ക് എന്നാലും സ്ഥലം ഉണ്ടാവും. വലിയ വണ്ടിയല്ലേ, കുഴപ്പമില്ല, നമുക്ക് പോകാം. എന്നാ ആയിക്കോട്ടെ. നവാസേ ചോദിച്ചു നോക്കുന്നു നവാസിനോട്. മോനെ, നമുക്കൊന്ന് അവിടെ പോയി അവളെ കൂട്ടിക്കൊണ്ടെന്നാലോ? ഉമ്മ ഞാൻ വരണോ? ഞാൻ വരുന്നില്ലമ്മ, ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ പോയിട്ട് വരി. അതെന്താടാ? അല്ലമ്മ, ഞാൻ ഇവിടെ നിന്നോളാം. എന്നായിക്കോട്ടെ. ചിലപ്പോൾ മടിയായിരിക്കാരേ. എന്നാൽ നവാസ് ഇവിടെ നിന്ന് ഞങ്ങളൊന്ന് പോയിട്ട് വരാം കേട്ടോ. എന്നാൽ അതിന് മുമ്പായിട്ടൊന്ന് വിളിച്ച് വരണ്ടേ മോനെ? ഞാൻ റെജിനോടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ടാക്കാം. നേരെ അതാ റെജിന താത്താക്ക് വിളിക്കുന്നു. ഹലോ റജിയേ. താത്ത, പിന്നെ സൗദക്ക് ഡ്രസ്സ് എടുക്കാനേ മഹറൊക്കെ വാങ്ങിക്കണ്. ഡ്രസ്സ് എടുക്കാൻ പിന്നെ ഓളളവിനനുസരിച്ച് എടുക്കാൻ ഞാൻ പിന്നെ അത് വെട്ടാനും ഷേപ്പാക്കാനും അങ്ങനെ നടക്കേണ്ടി വരും, സൈസാക്കാനും. അതൊക്കെ ഓളുടെ ഇഷ്ടത്തിനേ ഓളങ്ങനെ എടുത്തോട്ടെ, അതായിരിക്കും നല്ലത്. ഓൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെ എടുക്കുക, അതായിരിക്കും നല്ലത്. താത്ത അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാൻ വന്നാൽ ഒന്ന് വിളിച്ചു ചോദിച്ചോക്കേ.
ആ താത്ത ഞാൻ വിളിച്ചോളാം. അപ്പോൾ തന്നെ റജിനത്ത അതാ സൗദയുടെ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ താത്ത, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ എൻ്റെ ഏട്ടത്തി വിളിച്ചിരുന്നു താത്തേ, ഓൾക്കുള്ള ഡ്രസ്സിൻ്റെ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മഹറൊക്കെ വാങ്ങിക്കണ പറഞ്ഞു. ഡ്രസ്സ് എടുക്കാൻ അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓലൊന്ന് കൊണ്ടുവരാൻ വരട്ടെ എന്നാണ് ചോദിക്കണത്. എന്നാൽ പിന്നെ ഓൾക്ക് ഇഷ്ടപ്പെട്ട് എടുത്ത് പോരാലോ. ഉമ്മയുടെ മുഖം വല്ലാതെ ഇങ്ങ് വിടർന്നു. അല്ല ആയിക്കോട്ടെടി, അതിനെന്താ സന്തോഷമല്ലേ, ഇനിയിപ്പോൾ 4 ദിവസമല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ലാന്നേ. അല്ലേ പുതിയാപ്പിളച്ചക്കൊന്നും വരൂല. ഓലൊക്കെ അവിടെ നിൽക്കും. ഓനിപ്പോൾ ഡ്രൈവറായിട്ട് അനിയ ഷമ്മാസും പിന്നെ ഓലുണ്ടാവും പെണ്ണുങ്ങൾ. അതെ ആയിക്കോട്ടെ, അതിനെന്താ, ഞാൻ മോളോട് പറയട്ടോ. മോളെ സൗദ. ഉമ്മ സന്തോഷത്തോടെ അത് സൗദയെ വിളിക്കുന്നു. ആ എന്തുമ്മ? പിന്നെ റജിനത്തെ വിളിച്ചിരുന്നു. എന്ത്? ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, മറ്റു വല്ലതുമാണോ എന്ന് കരുതി. ഇജിങ്ങനെ ബേജാറാവല്ലേ പെണ്ണെ, എന്തിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഞെട്ടണ്? അറിയില്ലമ്മോ, എനിക്കെന്താ അറിയില്ല. മോളെ ഞാൻ എന്താ പറഞ്ഞാൽ അവർ ഡ്രസ്സ് എടുക്കാൻ വിളിക്കാൻ വരുന്നുണ്ട്. ഉമ്മാനെ കുട്ടി ഒന്ന് മാറ്റിക്കാളി, മാറ്റിയൊരുങ്ങി നിന്നോളി, എന്നാൽ പിന്നെ വേഗം പോവാലോ, നോമ്പല്ലേ കാലം. ഉമ്മ അത് ഞാൻ ഒറ്റക്കോ? ഉമ്മ വരുമോ? പൊന്നു മോളെ, അത് അവർ ഉമ്മയും എൻ്റെ ഇളച്ചിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അതിനെന്താ, നല്ല സ്വഭാവമല്ലേ എന്നോട് നല്ല എല്ലാവരോടും അങ്ങനെ തന്നെ. ഉമ്മാനെ കുട്ടി മാറ്റിക്കാളി. പിന്നെ നല്ലൊരു ചുരിദാർ ഇട്ടോ ആ കൂട്ടത്തേക്ക് വെച്ചേ. ഏത് നല്ലത്? ആ കഴിഞ്ഞ പെരുന്നാൾക്ക് ആ എടുത്തുന്ന ചുരിദാറുണ്ടല്ലോ, അത് കുഴപ്പമില്ലല്ലോ ഉമ്മ. അത് കുറച്ച് പഴയതായില്ലേ, അതിൻ്റെ ശേഷം എടുത്തത് ഇതാ മോളെ, അതല്ല മറ്റേ തന്നെ കേട്ടോ. അതിട്ടോ ചെല്ല്. അപ്പോൾ തന്നെ സൗദ അതാ മാറ്റി നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ വാഹനത്തിൻ്റെ ഹോൺ കേൾക്കുന്നു. സൗദയുടെ ഹൃദയം പടപട ഇടിക്കുന്നു. അവൾക്ക് ശരിക്കും ഭയമുള്ളതുപോലെ. മോളെ മാറ്റിയൊരുങ്ങിയില്ലേ? ആ ഉമ്മ. എന്തെൻ്റെ കുട്ടിയുടെ മുഖത്തൊരു ബേജാറ്? ഒന്നുമില്ല. എന്താ ടെൻഷൻ ആവണ്ടേ? അങ്ങനെ തന്നെ അല്ലേ, കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ അല്ലേ ഇരിക്കും. ഓലൊന്നും കാട്ടാൻ കൊണ്ടുപോകല്ലോ. നല്ല രീതിയിൽ ഒരു നോക്കും എൻ്റെ കുട്ടീനെ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടെ നിൽക്കണേക്കാളും എത്ര കാലം സേഫ്റ്റി അവിടെ നിൽക്കുക തന്നെയാണ്. ഉമ്മാൻ്റെ കുട്ടി മാറ്റിപ്പോയിക്കോളി. ഉമ്മ അതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഉമ്മ പറഞ്ഞു, നുസിയെ ഉമ്മാൻ്റെ കുട്ടി ഇവിടെ ഇരുന്നോളി. ഇപ്പം അങ്ങോട്ട് വരണ്ടേ, ഞാൻ വെയിലത്ത് അവിടെ ഇരുന്നോളി. ഉമ്മ ഞാനും വരാം. അല്ലല്ല വേണ്ട. അങ്ങനെ ഏതാ ഉമ്മ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. മോളെ അങ്ങോട്ട് നോക്ക്, റജിനത്താൻ്റെ വീട്ടിലേക്കൊന്നും അവർ കയറിയിട്ടില്ലല്ലോ. ആ ഇനിയിപ്പോൾ എങ്ങനെയാ അവന് തിരിച്ചു വരുമ്പോഴാണോ എന്തോ അറിയില്ല. ഉമ്മ ബെല്ലടിക്കുന്നു. ആ താത്ത ഇങ്ങോട്ട് കയറിക്കോളി. സൗദാ മോളെ, ഓളിവിടെ മാറ്റിയില്ലേ? ആ ഒരു വയലറ്റ് ചുരിദാറാണ് സൗദ ധരിച്ചിരുന്നത്. ആ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടോ മോളെ, മടിക്കണ്ട പേടിക്കണ്ട, ഇതാരുമില്ല, ഷാമോനയിലുള്ളൂ ഡ്രൈവറായിട്ട്, പിന്നെ ഞാനും നുസൈബേ ഉള്ളൂ. പിന്നെ നവാസ് പോന്നിട്ടില്ല, അവനക്ക് മടിയായിട്ട്, അവനക്കിപ്പോൾ നിക്കാഹൊന്നും കഴിയാതെ, അതാണ് അവനക്ക് മടി. ഉമ്മ പോയിട്ട് വരാട്ടോ. സൗദ അത് പറഞ്ഞ് ഉമ്മയുടെ പിന്നാലെ ഇറങ്ങി. ആ നിമിഷം ഉമ്മ പ്രാർത്ഥിച്ചു, പഠിച്ചോനെ എല്ലാം ഹൈറിലാക്കണേ അല്ലാ. സൗദക്ക് നാണമുണ്ടായിരുന്നു. അവൾ തട്ടം കൊണ്ട് ശരിക്കും മുഖം മറച്ചുകൊണ്ടാണ് നടക്കുന്നത്. മോളെ വാഹനത്തിനടുത്തേക്ക് അല്പം നടക്കുവാനുണ്ട്. നേരെ മുറ്റത്തേക്ക് വണ്ടി വരില്ല, അതുകൊണ്ട് തന്നെ കുറച്ചപ്പുറത്താണ് അത് നിർത്തിയിട്ടുള്ളത്. നുസൈബ ഡോർ തുറന്നു കൊടുത്തു. അതാ അവൾ കയറുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. മോളെ എനിക്ക് പേടിയുണ്ടോ? പേടിക്കണ്ട, നീ നമ്മളിപ്പം തന്നെയല്ലേ നീയേ. പേടിയൊന്നുമില്ല എന്ന പോലമ്മ ഷമ്മാസ് ചോദിച്ചു. ഉമ്മയും ഷമ്മാസും മുൻസീറ്റിൽ, മക്കളും നുസൈബയും സൗദയും പിന്നിലെ സീറ്റിലും. അങ്ങനെ അതാ അവർ യാത്ര പോവുകയാണ്. നേരെ ഒരു ടെക്സ്റ്റൈൽസ് ലക്ഷ്യമാക്കിക്കൊണ്ട്. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഉമ്മ എവിടുന്നാണ് നവാസ്ക്ക് എന്ത് പറഞ്ഞത്? എവിടെ നിൽക്കാന്ന്? മോനെ നവാസിനൊന്ന് വിളിച്ചു നോക്ക്, ഉമ്മാൻ്റെ കുട്ടി എവിടേക്ക വരണ്ടേ വെച്ച് നോക്ക്. അങ്ങനെ അതാ അപ്പോൾ തന്നെ ഷമ്മാസ് നവാസിനെ വിളിക്കുന്നു. ഇക്ക എവിടെ, ഏത് ടെക്സ്റ്റൈൽസിലാണ്? മോനെ ഏതാടാ നല്ലത്? നല്ല ആളാ, ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കും. അല്ല നിനക്കല്ലടാ പരിചയം, ഇതൊക്കെ എനിക്കതൊന്നും വലിയ പരിചയമല്ല. എന്നാൽ നമുക്ക് സീനത്തിൽ പോകാം അല്ലേ? ആ മോനെ എവിടെയായാലും വേണ്ടിയില്ല. അങ്ങനെ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ അവർ ഇറങ്ങുന്നു. സൗദക്ക് നാണം തോന്നി. അവിടെ നവാസ് നിൽക്കുന്നുണ്ട്.
മക്കൾക്കാണെങ്കിൽ സൗദയെ കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷം. സൗദമ്മച്ചി, സൗദമ്മച്ചി, മക്കളെ പേര് കൂട്ടിയൊന്നും വിളിക്കണ്ട, ഉമ്മച്ചി എന്ന് വിളിച്ചാൽ മതി. അവൾക്കും തന്നെ മക്കളെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. ഉമ്മച്ചി, സൗദമ്മച്ചി, ഏതാ ഉപ്പച്ചിയെ കണ്ടോ? അവിടെ ഉപ്പച്ചി നിൽക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടോ. അപ്പോൾ വന്നോണ്ടേ. മക്കളുടെ സന്തോഷം നിറഞ്ഞ ആ ഒരു വാക്കുകൾ സൗദയുടെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കി. അവൾ നവാസിനെ കണ്ടപ്പോൾ അറിയാതെ മുഖം തിരിച്ചു, തല താഴ്ത്തി. മോളെ, ഇനി മടിക്കൊന്നും വേണ്ട, 4 ദിവസമല്ലേ ഉള്ളൂ. 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്താ, നിങ്ങൾ ഒന്നാകണം. ഇനി പൈമലം നോക്കിയിട്ട് കാര്യമില്ല. ഉമ്മയുടെ വാക്ക് കേട്ട് നവാസും പതുക്കെ ചിരിച്ചു. ഷമ്മാസ് അവരെ ആ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കൊണ്ടുപോയി. വെഡ്ഡിങ് സെക്ഷനൊക്കെ എവിടെയാണ്? അത് മുകളിലാണ് കേട്ടോ. ലിഫ്റ്റിൽ കയറിക്കോളെ. അങ്ങനെ അവരെല്ലാവരും അതാ ലിഫ്റ്റിൽ കയറുന്നു. നവാസ് പറഞ്ഞു, ഞാൻ ഇതുവഴി വരാം, നിങ്ങളിൽ കയറിപ്പോരും. എന്താ അത്, വേഗം നമുക്ക് അവിടെ എത്തല്ലേ വേണ്ടത്. സത്യം പറഞ്ഞാൽ നവാസിനെ അത് വല്ലാത്തൊരു നാണമായിരുന്നു. കാരണം എന്താ അറിയില്ല, 4 ദിവസമാണ് നിക്കാഹിന്. പക്ഷേ എന്തൊക്കെയോ ഒരു മടി തോന്നാണ് മുഖത്തേക്ക് നോക്കാൻ. പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് വല്ലാതെ ഒന്നും നോക്കാത്തയും ശ്രദ്ധിക്കാത്തയും ആളാണ് നമ്മുടെ നവാസ്. വളരെയധികം സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവൻക്ക് നിക്കാഹിന് മുമ്പേ അവളെ കൂട്ടിക്കൊണ്ടുവന്നതിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു മനസ്സിന്. കാരണം ഹലാലായിട്ടില്ലല്ലോ, ഇപ്പോഴും അന്യവെണ്ണനല്ലേ. എല്ലാവരും അതാ അവിടെ ആ ഒരു സെക്ഷനിലെത്തി. മോളെ, മോൾക്ക് എന്താ വേണ്ടത്? മണവാട്ടിയായി ഒരുങ്ങാൻ എൻ്റെ മോൾക്ക് എന്താ വേണ്ടത്? സൗദിയോട് സ്നേഹത്തോടെ ഉമ്മ ചോദിക്കുന്നു. മോൾക്ക് ലെഹങ്ക ഉണ്ട്, ഇവിടെ സാരി ഉണ്ട്, അങ്ങനെ പല പല ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. മോളെ നസിയെ, ഉമ്മാൻ്റെ കുട്ടികൾ സെലക്ട് ചെയ്തെടുത്താണ്. ഉമ്മ, ഓൾക്ക് എന്താ ഇഷ്ടമില്ല ഇട്ടോട്ടെ. ആ, ഇവളും അടിയിൽ നല്ല അടിപൊളി ചുരിദാറും മുകളിൽ പർദ്ദയായിരുന്നു. പിന്നെ മോൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കട്ടോ. പിന്നെ നവാസിനെ അത്ര വലിയ ചിട്ടിയും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ബുർക്ക ധരിക്കണം, ഹിജാബ് ധരിക്കണം, അങ്ങനെയൊന്നുമില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഔറത്ത് മറക്കണം, അങ്ങനെയുള്ളൂ. പക്ഷെ എൻ്റെ ഷമ്മാസ് ഓനെ നിർബന്ധമാണ്. ഓനോക്ക് നുസൈബാൻ്റെ കൈ പോലും കാണുന്ന ഇഷ്ടം. ഓനാ കണ്ണ് മാത്രം. ആ, ഞാനും ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇടാൻ തുടങ്ങിയത്. ഓനങ്ങനെയാണ്. ഞാനൊക്കെ മോളെ സാരി ഇട്ട് നടക്കുന്ന ആളേനു. പിന്നെ എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു താല്പര്യം, ഓൻ കൊണ്ടുവന്ന പർദ്ദ അതൊക്കെ. പിന്നെ അതിൻ്റെ ആവശ്യം ഞാനത് ഒഴിവാക്കിയിട്ടില്ല. മോൾക്ക് ഇഷ്ടമുള്ള എടുത്തോട്ടോ. നവാസേ, മോനെ. ആ, എന്തുമ്മ, എന്താ ഓൾക്ക് എടുക്കേണ്ടത്? ഓൾക്ക് എന്താ ഇഷ്ടമുള്ള എടുത്തോട്ടെ. ഞാനായിട്ട് എന്ത് പറയാനാ മോനെ? അങ്ങനെയല്ല, എന്നാലും എനിക്കൊരു ഇഷ്ടം ഉണ്ടാവില്ലേ? ഹേയ്, എനിക്കൊന്നുമില്ല. ഔറത്ത് മറിയുന്ന രീതിയിലുള്ള ഡ്രസ്സ് എടുത്തോളി, അതെനിക്ക് പറയാനുള്ളൂ. അതിൽ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, ഇപ്പോഴത്തെ നല്ല മോഡേൺ ഗൗണൊക്കെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ. പിന്നെ നല്ല ഷോളൊക്കെ ചുറ്റിക്കെട്ടിയിട്ടാൽ എന്ത് ഭംഗിയുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവുമല്ലോ. ഇതാ ഈ ഒരു കളറൊക്കെ ഇവർക്ക് നന്നായിട്ട് ചേരും കേട്ടോ. അവർ ഒരുപാട് കളക്ഷൻസ് കാണിച്ച് തുടങ്ങി. ഉമ്മാക്കും തന്നെ കുറഞ്ഞ രീതിയിൽ പറ്റില്ല, നല്ല രീതിയിൽ തന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കണം. അതാണ് ഉമ്മ വിചാരിക്കുന്നത്. ഒടുവിൽ ഉമ്മയുടെ കണ്ണിൽ പിടിച്ച ഒരു കളർ, അതൊരു ഗോൾഡൻ കളറിൽ സ്റ്റോൺസ് വർക്ക് ചെയ്തതായിരുന്നു. ഇതെങ്ങനെയുണ്ട് മോളെ? ഷമ്മാസ് അത് പിടിച്ചുകൊണ്ട്, ഉമ്മ എന്തൊരു വെയിറ്റായത്, ഇതൊക്കെ താങ്ങി പിടിച്ച് നടക്കണ്ടേ, അവൾക്ക് കഴിയോ? അതിനകത്തൊന്നുമില്ലല്ലോ. മോളൊന്ന് നോക്കിക്കേ, മോളൊന്ന് ഇട്ട് വന്നേ. അത് ഡ്രസ്സിങ് റൂം അവിടെ ഉണ്ട് കേട്ടോ. അവിടെ പോയി അവൾ അണിഞ്ഞു വന്ന് ഉമ്മയെ അങ്ങോട്ട് വിളിച്ചു. മാഷാ അല്ലാ, നല്ല ഭംഗിയുണ്ട് മോളെ. നുസിയെ ഒന്ന് നോക്കിക്ക, ഒന്ന് പോയോക്ക്. ആ, അടിപൊളിയായിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിൻ്റെ ഷോളും കൂടി ഒന്ന് ഇട്ട് അതിൻ്റെ താഴെ ഇത് വെച്ചിട്ട് ചുറ്റി കെട്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ചേർച്ചയായിരിക്കും. ആ, എന്നാൽ പിന്നെ അത് മതി. ഉമ്മാൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. എല്ലാം ഷമ്മാസിൻ്റെ ഇഷ്ടമല്ലേ, ഡ്രസ്സ് ഉമ്മാൻ്റെ ഇഷ്ടം. അങ്ങനെ അത് ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളും നിസ്കാരക്കുപ്പായങ്ങളും ചുരിദാറുകളും ഇന്നർവെയറുകളും എല്ലാം എടുക്കുന്നു. വീട്ടുകാർക്കുള്ളതും ആ കൂട്ടത്തിൽ തന്നെ എടുക്കുന്നു. മക്കൾക്കുള്ളതൊക്കെ ഡ്രസ്സെല്ലാം എടുത്തു. ഉമ്മ പറഞ്ഞു, പാവം ക്ഷീണിച്ചിട്ടുണ്ടാവും രണ്ടാളും. മക്കളെ, സൗദയും നുസൈബയും ഉമ്മയുടെ അടുക്കൽ, മക്കളെ കുഴങ്ങിയിട്ടുണ്ടാവൂല്ലേ? ഞാനേ ഇന്ന് ഏതായാലും മഹർ എടുത്തപ്പോൾ ഞാൻ നാളെ പുതിന് കൂടൂരല്ലേ നമുക്ക്. നാളെ 27 ആവില്ലേ? 27 ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് എന്തെങ്കിലും ചൊല്ലിപ്പറയാനുള്ള ദിവസമല്ലേ. ലൈലത്തുൽ ഖദ്റൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ളത് 21 മുതലാണല്ലോ. അപ്പോൾ ഏറ്റവും പ്രതീക്ഷയുള്ള 27 എന്നുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞേക്കണ്. അപ്പോൾ പിന്നെ ഈ കാര്യം ചിന്തിക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. ഉള്ള നേരം നമുക്ക് ഈ ഭാഗത്തിൽ മുഴുകി നിൽക്കണ്ടേ. അതുകൊണ്ടാണ് മോളെ ഇന്ന് ഞാൻ അങ്ങനെ ആക്കിയത്. പിന്നെ ദിവസവും ഇല്ലല്ലോ ഇനി.
സൗദ മെല്ലെ പറഞ്ഞു. ഉമ്മ അതിനെന്ത് കുഴപ്പമില്ലല്ലോ. മോള് കുഴങ്ങിയോ? ഏയ് ഞാൻ കുഴങ്ങിയിട്ടൊന്നുമില്ല. നുസിയെ എൻ്റെ കുട്ടിക്ക് കേൾക്കാരം പിന്നെ വല്ലാത്തൊരു ഇതുണ്ടാകും. ഇല്ലമ്മ ഒന്നുമില്ല. അല്ലേ അവസ്ഥ എനിക്കറിയില്ല സൗദ മോളെ. ഓൾക്ക് വെച്ചാൽ ഇപ്പം ഇതിങ്ങനല്ലേ. അപ്പോൾ പിന്നെ ഭക്ഷണം നേരെ കഴിക്കൂല, ഭക്ഷണം കഴിക്കാനും കഴിയൂല. പിന്നെയെന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റാത്തുണ്ടെങ്കിൽ ഛർദ്ദിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് തീരെ ഒരു രൂപമൊക്കെ ആയത് കണ്ടില്ലേ, പറ്റേക്കണം. ആയിക്കൂടെ കുഴപ്പമില്ല, അതൊക്കെ ഒരു 3-4 മാസമാണ് കഴിയുമ്പോൾ റെഡി ആവും. അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെ. എല്ലാ ഉമ്മമാരും മക്കളെ പ്രസവിക്കുമ്പോൾ അത് അവരെ പ്രഗ്നൻ്റ് കാലം അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ മക്കൾക്കൊന്നും അതിൻ്റെ ഒരു ബോധം ഓർമ്മയില്ലേ. അതാണ് എല്ലാവരും മക്കൾ ഇത്ര ഇടങ്ങാറായി. ഒന്നാമത് ആ ഫസ്റ്റ് ടൈമുള്ള ഒരു ഇടങ്ങാറൊക്കെയാണ് റബ്ബേ. ഒരു 3-4 ദിവസമൊക്കെ ഞാൻ എൻ്റെ ഷമ്മാസിനെയും എൻ്റെ നവാസിനെയും എൻ്റെ ഫൈസലിനെയും ഉള്ളന്ന് ഒരു പച്ച വെള്ളം എനിക്ക് ഇറക്കാൻ കഴിയൂലേ. അപ്പോത്തിനിത് ഛർദ്ദിക്കല്ലേ. പക്ഷെ എൻ്റെ പെണ്ണിൻ്റെ സാഹചര്യത്തിന് കുഴപ്പമില്ലായിരുന്നു. ആൺകുട്ടികൾ 3 ആളെന്നെ നല്ലോണം പഠിപ്പിച്ചേക്കണ്. അതിലൊന്നും കൂടി കൂടുതൽ പഠിപ്പിച്ചത് എൻ്റെ ഷമ്മാസ. ചെറുതിനെ ബാക്കിയുള്ളവർക്ക് ഇല്ലയെന്നല്ല ഉണ്ട്. പക്ഷേ ഈ ഷമ്മാസിൻ്റെ ഒരു കാലത്ത് റഹ്മാനെ എനിക്കൊന്നുണ്ട് നീച്ച് നിൽക്കാൻ കഴിയണില്ലേനോ. ഒരു തുള്ളി വെള്ളം ഇറക്കാനും കഴിയണില്ലേനോ. ഇടയ്ക്കിടയ്ക്ക് പോയി ഗ്ലൂക്കോസ് സെറ്റിലിന് പണി. എന്നാലും ഓനെക്കൊണ്ട് ഞാൻ കുറേ ഗർഭകാലത്ത് കഷ്ടപ്പെട്ടിരിക്കണം. പക്ഷേ ഇന്ന് അൽഹംദുലില്ലാ എൻ്റെ കുട്ടി അന്നേക്ക്. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. എന്തോ ഉമ്മ ഷമ്മാസ് എന്നൊക്കെ കേൾക്കുന്നു, എന്നെക്കുറിച്ച് എന്താ കുറ്റം പറയുന്നുണ്ടോ? അല്ല മോനെ, ഞാൻ ഈ കാര്യം പറയാം. എൻ്റെ കുട്ടി കുഴങ്ങിയിട്ടുണ്ടാവും എന്ന് പറയാം. എനിക്കറിയില്ല ഇതിൻ്റെ അവസ്ഥ, എല്ലാ അമ്മമാർക്കും അറിയണമല്ലോ. പക്ഷെ മക്കൾക്ക് ഒന്നും വലുതായ ഓർമ്മ ഉണ്ടാവില്ല എന്ന്. എന്തോ ഉമ്മ ഓർമ്മയുണ്ടല്ലോ. എന്താ ഓർമ്മയില്ലാത്തത്? ആര് പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് ഓരോരുത്തരും ഓരോ ഉസ്താദുമാർ ഓരോത് പറയും. ചിലർ ഓരോ കവിതകൾ എഴുതും. എവിടെ അങ്ങനെ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ എല്ലാവരും ആ ഗണത്തിലേക്ക് പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഇല്ല മോനെ, അങ്ങനെ ഒന്നല്ല, ഞാൻ പറഞ്ഞൊന്ന് മാത്രം. അങ്ങനെ അത് ഡ്രസ്സൊക്കെ ബില്ലാക്കി അവർ ഇറങ്ങുന്നു. നവാസ് ചോദിച്ചു, എടാ എത്ര ബില്ല്? അത് എത്ര എനിക്കറിയില്ല. എന്താടാ പറ, ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം. ആരാ കൊടുത്ത്, നീയോ അമ്മയോ? ആരാണാവോ? ഷമ്മാസ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്താടാ? അല്ലിക്ക അതൊക്കെ നമുക്ക് പിന്നെ ശരിക്കും നിങ്ങൾ പോന്നാണേ. അല്ല അവളെ കൊണ്ടുപോയി കൊടുക്കണം ആദ്യം. ഇക്ക നിങ്ങൾക്ക് എന്തെങ്കിലും ഓളോട് പറയാണ്ടോ? എന്ത് പറയാനടാ, ഇനിയിപ്പോൾ 4 ദിവസമല്ലേ. വാഹനത്തിൽ അവൾ കയറുവാൻ വേണ്ടി നിൽക്കുന്നു. ഉമ്മ പറഞ്ഞു ഓളങ്ങോട്ട് ആക്കി കൊടുക്കുക. നവാസേ മോൻ കയറിക്കോ, സീറ്റ് ഉണ്ടല്ലോ. ഏയ് വേണ്ട, ഞാൻ എന്നാൽ ഓഫീസിലേക്ക് അങ്ങോട്ട് പോട്ടെ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കോളാം. അങ്ങനെ അതാ സൗദ കാറിൽ കയറുകയാണ്. അവൾ ഒരിക്കൽ കൂടി തൻ്റെ പുതുമണവാളൻ ആകാൻ പോകുന്ന നവാസിനെ തിരിഞ്ഞു നോക്കി. നവാസും ശരിക്കും അത് കണ്ടു. അവളുടെ ആ ഒരു മനോഹരമായ നോട്ടം നവാസിൻ്റെ നെഞ്ചിൽ തറച്ചു. അല്ലാ, ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ മുളപൊട്ടി. എന്നാൽ ഞങ്ങൾ പോട്ടേട്ടോ. അവളുടെ ആ ഒരു പതിഞ്ഞുള്ള ആ ഒരു ശബ്ദം നവാസിനോട് അവൾ പറഞ്ഞപ്പോൾ നവാസ് ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് കാണാം. നവാസ് അവരെ യാത്ര അയച്ചു. ഷമ്മാസിൻ്റെ വാഹനം ദൂരേക്ക് പോയി. നവാസ് അത് നോക്കിയിരുന്നു. അതെ, അവളുടെ ആ ഒരു മനോഹരമായ ആ ഒരു നോട്ടം അതിൻ്റെ ഇടനെഞ്ചിലാണ് തറച്ചത്. അല്ലാ, ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴിതാ ഓരോന്ന് തോന്നി തുടങ്ങുന്നു. ഒരു നിമിഷം അവൻ സന്തോഷിച്ചു. മാഷാ അല്ലാ, റബ്ബേ, പെണ്ണ് ഞാൻ വിചാരിച്ചതിനേക്കാളും സുന്ദരിയാണല്ലോ. അന്ന് കണ്ടപ്പോൾ അത്രയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്താ അറിയില്ല, ആ ഒരു ചിരിക്ക് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പഠിച്ചോനെ, അസ്തഗ്ഫിറുല്ലാ, റമളാൻ മാസമാണ്. അതിനെക്കുറിച്ച് സ്വന്തം ഭാര്യയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും അവളിപ്പോഴും അന്യ പെണ്ണ് തന്നെയാണ്. പക്ഷേ അവളുടെ ആ മുഖം നവാസിൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അവളുടെ ആ ഒരു പുഞ്ചിരി. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ നേരെ അവർ അവളുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നു. അതെ, റെജിനത്തെ കാത്തിരിക്കുന്നുണ്ടാവും ഉറപ്പാണ്. അവിടെ നിന്ന് കയറിപ്പോവല്ലേ മോളെ സൗദ, അവിടെ നിന്ന് കയറിപ്പോവല്ലേ? ആ ആയിക്കോട്ടെ, ഇന്ന് കുഴപ്പമില്ല. അങ്ങനെ അത് നേരെ റെജിനത്തയുടെ വീട്ടുമുറ്റത്ത് അവർ വാഹനമിറങ്ങി. അല്ലാ, മാഷാ അല്ലാ, ആരൊക്കെയാണിത്? കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഞാനും വിചാരിച്ചു എന്നോട് മിണ്ടാതെ എങ്ങാനും ഇവർ പോകുവാന്ന്. അങ്ങനെ എങ്ങാനും പോയിക്കണമെങ്കിലേ റെജിനായിട്ട് പിന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ. നേരത്തെ അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി.
എൻ്റെ പൊന്നാര റജിയെ നേരെ പറ്റിങ്ങോട്ട് വെയിൽ ഒതുക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും ആക്കാൻ ഞാൻ പറ്റൂലടാ. ഇപ്പോൾ ഒരു വെയിലല്ലേ, പിന്നെന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അതാണ്. ഞാനും കരുതി നിങ്ങളിനോട് മിണ്ടാതെങ്ങാനും പോവുകയെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച് നിൽക്കായിരുന്നു. അങ്ങനെയാണെങ്കിലേ സൗദ മാത്രം നിങ്ങളെ വീട്ടിലേക്ക് വരുള്ളൂ, റജിനെ വരൂലട്ടോ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും സൗദനെ കിട്ടിക്കണില്ല ഞങ്ങൾക്ക്, അത് മതി അല്ലേ മോളെ, ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ചിരിച്ച് തല താഴ്ത്തി. മോളെ സൗദ, നീ നിസ്കരിക്കാനുള്ളതൊക്കെ ഇവിടെ നിസ്കരിച്ചോളി, ഉമ്മാനോട് വിളിച്ച് പറഞ്ഞാളാ. എന്നാ ഫോൺ കൊടുത്തു. ഉമ്മ ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, റജിനത്താൻ്റെ വീട്ടിലുണ്ട്. മോളെ തന്നെ ഡ്രസ്സൊക്കെ എടുത്തോ? അതൊക്കെ എടുത്തു ഉമ്മ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ മോളെ. അങ്ങനെ അതാ അവരെല്ലാവരും കൂടി നിസ്കരിച്ച് അവിടെ ഇരിക്കുന്നു. റജിനത്ത് പറഞ്ഞു, എന്താ ആരോടെ ഞാൻ ചോദിക്കുക, സൗദിനോട് ചോദിക്കണം, അവളെ ഇഷ്ടം എനിക്കറിയാം. മോളെ നുസിയെ, എൻ്റെ കുട്ടിക്ക് വേണ്ടിയത് നോമ്പ് തുറക്കുമ്പോൾ എനിക്ക് എന്ത് പൂതി ഉണ്ടെങ്കിലും പറഞ്ഞോ. അല്ല, നോമ്പ് തുറക്കാനൊക്കെ നിൽക്കുന്നുണ്ടോ? നമ്മൾ പോവല്ലേ? അല്ല മോളെ, ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. അതിനെന്നല്ല എൻ്റെ അമ്മ രാവിലെ പോകാതെ ഇതപ്പം അങ്ങോട്ട് വന്നത്. എൻ്റെ അമ്മ അത്ര വലിയ വിരുദ്ധത്തെയാണ്, എല്ലാ കാര്യങ്ങളും പ്ലാനിങ് ആണ് ഭയങ്കരം. അതെ, എന്താ വേണ്ടി പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഉണ്ടാക്കാം. മന്തി വേണമെങ്കിൽ മന്തി ആക്കാം, ബിരിയാണി ആക്കണേ ബിരിയാണി, പൊറാട്ട, ഇഷ്ടമുള്ള സുർബിയാനി എന്താ വെച്ചാൽ നിങ്ങൾ വേണ്ടി പറഞ്ഞോളി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യാം, നിങ്ങൾ ഇഷ്ടം പോലെ. അത് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ടാക്കാം, അതല്ലേ നല്ലത്, സൗദയും പറഞ്ഞു. അതെ താത്ത, നമുക്കിവിടെ ഉണ്ടാക്കാം, കുഴപ്പമില്ല. അതിനെന്താ, നമുക്ക് കുറച്ച് പത്തിരി ഉണ്ടാക്കാം, അതുപോലെ തന്നെ കുറച്ച് നൂലപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം വെറൈറ്റി ആയിട്ട്. എന്താ? ആയിക്കോട്ടെ. എന്തായാലും മടുങ്ങൾ ഇഷ്ടം പോലെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒന്നുകൊണ്ട് ഓർഡർ വിളിച്ച് പറഞ്ഞാൽ മതി, സാധനം ഇവിടെ എത്തും. ആ കൃത്യസമയത്ത് ഇവിടെ എത്തും. നിങ്ങളിഷ്ടം പോലെ. മക്കളെ ഇടയ്ക്കിടയ്ക്ക് മന്തി അതൊന്നും കൊടുന്ന് കഴിക്കണേ. നോമ്പിന് പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കിയ പൊരിയും കടികളും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം അത് വേറെ രസമാട്ടാ. പുറത്ത് പൊരിച്ച പൊരിയും കാര്യങ്ങളും അതൊന്നും തിന്നുമ്പോൾ ഒരു രസം കിട്ടണില്ലേ. അത് നമ്മളിങ്ങനെ പുറത്ത് വെച്ചുണ്ടായിക്കാണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നണം, അത് നല്ല രസമാണ്. പക്ഷെ ഇത് നിങ്ങളിഷ്ടം പോലെയാണ്. പെട്ടെന്ന് ഐഷുമ്മ, എന്താ മക്കളെ, നിങ്ങൾക്ക് ഉണ്ടാക്കാനേ കഴിയോ? ഇത് കുഴങ്ങി വന്നതൊക്കെ അല്ലേ, ഓൾ കൊണ്ടിരിച്ചോട്ടെ, അതായിരിക്കും നല്ലത്. ഇല്ലമ്മ, ഒന്നുമില്ല, ക്ഷീണമൊന്നുമില്ല, നുസൈബ പറഞ്ഞു. സൗദിയും പറഞ്ഞു. എന്നാലേ ഉമ്മാനോടും അനിയത്തിയാലോടൊക്കെ നീണ്ട് വരാൻ പറയാം. അതായിരിക്കും നല്ല. ഞാൻ അവിടെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറയാം. ഏതായാലും ഇപ്പോൾ ഇവിടെ വരെ ഉണ്ട്, അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി തന്നെ അതാണ്ടായിക്കോട്ടെ. നേരെ തന്നെ അതാ റജിനത്ത ഉമ്മാക്ക് വിളിക്കുന്നു. സൗദയുടെ ഉമ്മ ഫോൺ എടുക്കുന്നു. ഹലോ, താത്ത, പിന്നെ ഇന്ന് ഏതായാലും ഇവരിവിടെ നോമ്പറക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളിതാ ഇങ്ങോട്ട് പോര്, കുട്ടികളെയും കൂട്ടി. നിങ്ങളെ കാക്ക അവിടെ ഇല്ലല്ലോ? കാക്ക ഇപ്പോൾ നോമ്പ് കുറച്ച് അതിന് ശേഷം പോയതാണ്, പിന്നെ ഇപ്പോൾ കണ്ടിട്ടില്ല. ഇപ്പോൾ 27 വരുന്നൊക്കെ പറഞ്ഞു, വന്ന് കാണാനൊന്നുമില്ല. ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ വരും, എന്താവും. എന്നാലേ നിങ്ങളുണ്ട് പോരിട്ടാ. എന്തായാലും മറക്കല്ലേ എടി, അത് ഇനി പോലൊക്കെ അവിടെ ഉണ്ട്. സൗദി ഇല്ലേ ഈ കൂട്ടത്തുനിന്ന്, അതിനെന്താ, നിങ്ങൾ വരി. ഇനിയിപ്പോൾ നിങ്ങളായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു കലം മയക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും ഇവിടെ വലിയ കുട്ടികൾ ഉണ്ടാക്കാമെന്നും പറയണ്ട്, കൊണ്ടുവച്ചാന്നും പറയണ്ട്. എനിക്കിഷ്ടം ഒക്കെ ഉണ്ടാക്കണൊക്കെ തന്നെ. ഇനി ഓൾക്ക് ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ കൊണ്ടുവച്ച് ചെയ്തോട്ടെ. ഒരു വാലിയാക്കാരത്ത് പെൺകുട്ടികളല്ലേ, ഓൾക്ക് ഉണ്ടാവില്ലേ ഓരോ ഇഷ്ടങ്ങളും ഒക്കെ. ഓരോ ഇഷ്ടം പോലെ എന്താ വെച്ചായിക്കോട്ടെ. താത്തി അതന്നെ പറഞ്ഞത്. എടി, സൗദ നല്ലോണം പത്തിരി പെരുത്തിച്ചുടുമ്പെണ്ണേ, എനിക്കറിയണല്ലേ. ഓള് പത്തിരി നല്ലോണം വാട്ടി കുഴച്ചുകാണ്ട് ഓൾക്ക് ആ പ്രസമിട്ട് അമർത്തിക്കാണ്ട് ചട്ടിയിൽ നിന്ന് പറ്റൂല. ഓള് പിന്നെതാ ഒരു ഓടക്കുഴലൊക്കെ എടുത്തുകാണ്ട് നല്ലോണം നൈസായിട്ട് പരത്തോള്. ഇത് നോക്ക്, പത്തിരി ഉണ്ടായിക്കോളി. എന്ത് രസമാണ് പത്തിരി ഇറച്ചിക്കറിയൊക്കെ. അതൊക്കെ ആ നേരത്തെ ഇങ്ങനെ അത് പലമ്മ പരത്തിയ പത്തിരി എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു രസം തന്നെയല്ലേ. പണ്ടത്തെ കാലത്തൊക്കെ അല്ലേ അങ്ങനെ. ഇപ്പോൾ പ്രസം അമർത്തലല്ലേ, ഞങ്ങൾ ഇതാ അമർത്തുമല്ലോ. ഞങ്ങളിപ്പോൾ എത്ര പത്തിരിയാണെങ്കിലും അതെന്താണ് നീക്കണം ഞങ്ങൾക്ക്. എന്നാൽ ഒന്നും ഇങ്ങോട്ട് മോഡലിട്ടാൻ വേണ്ടി ഒന്ന് അധികം അമർത്തും, ബാക്കി ഞങ്ങളുണ്ട് പരത്തും. അതന്നെ ഓളുണ്ടായിക്കോളൂലേ. പിന്നെ നുസിക്ക് കഴിയൂലേക്കാരല്ലേ. ഓള് അങ്ങനെ ഓള് മുന്നിക്ക് ഇറങ്ങിക്കണേ. എന്താ വെച്ചാൽ കാട്ട, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലേ നിങ്ങൾ വരിട്ടാ, വേഗം പോന്നോളി. കുറച്ച് കഴിഞ്ഞപ്പോഴതാ പെട്ടെന്ന് അവളുടെ ഉമ്മയും അനിയത്തികളും വരുന്നു. ഇങ്ങോട്ട് മാറി, ഞാൻ കുറച്ചെടുക്കാം, ഞാൻ ഇപ്പോൾ വെറുതെ തിന്നാൻ വരുന്നത് ശരിയല്ലല്ലോ. ഉമ്മ പൊടി വാട്ടിയിരുന്നു. അപ്പോഴേക്കും
ഇവിടെ നിൽക്കി, ഞാൻ കുഴച്ചോളാം. എനിക്ക് നല്ലോണം കുഴക്കണത്. എനിക്ക് ഇവരൊന്നും കുഴച്ചാൽ ഒരു തൃപ്തി കിട്ടൂല. എനിക്ക് ഞാൻ തന്നെ കുഴക്കണം. സൗദയുടെ ഉമ്മ വന്നു. പണികളെല്ലാം വേഗം വേഗം ചെയ്തു തുടങ്ങി. എല്ലാവർക്കും നല്ലൊരു ആശ്വാസം അത് വന്നപ്പോൾ. സൗദ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുന്നു. നുസൈബ അത് ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉമ്മ വന്നു. പൊന്നു മോളെ, ഇങ്ങോട്ട് നാളി മാരുട്ടി, ഇങ്ങോട്ട് നാളി, ചൂട് വല്ലാതെ ഇങ്ങോട്ട്. താത്ത, ഞാൻ ചുട്ടോളാം എന്ന് പറഞ്ഞ് സൗദയുടെ ഉമ്മ അത് പെട്ടെന്ന് വാങ്ങുന്നു. ഞാൻ ചുട്ടോളാം, നിങ്ങൾ അവിടെ ഇരുന്നോളി, നിങ്ങൾ അവിടെയൊക്കെ പോയി കുഴങ്ങി വരില്ലേ, നിങ്ങളതിന് നിൽക്കല്ലേ, അവിടെ ഇരിക്കി, ഇതൊക്കെ ഞാൻ കഴിച്ചോളാം, എനിക്ക് എളുപ്പമുണ്ട്. കുറച്ച് ഇറച്ചി അങ്ങോട്ട് വരറ്റും ചെയ്യാം, കുറച്ച് കോഴി അങ്ങോട്ട് കറിയും വെക്കാം, പത്തിരിയും മാണെ കുറച്ച് നെയ്ച്ചോറാണ് വെക്കുക. എന്തേ പോരെ? അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവച്ചും ചെയ്തോളി, എന്താ വെച്ചാൽ വേണ്ടിയത്. ഏയ് വേണ്ട, നമ്മളെ ഷാമോനൊന്നും പുറത്തത് ഇഷ്ടമില്ല, അവർക്കൊക്കെ ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണേ ഇഷ്ടമുള്ളൂ. എന്നാൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ. പിന്നെ 4 ദിവസം ഉള്ളല്ലേ, ഞങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ, സ്വർണ്ണം എടുത്തിക്കണേ, ഡ്രസ്സ് എടുത്തിക്കണേ, ഒന്നും എടുത്തിക്കണേ. നിങ്ങളൊരു സാധനം ഇനി എടുക്കരുത് കേട്ടോ. ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ച് പോവുകയാണ്. എന്തൊക്കെ തന്നെ നിക്കാഹ് ഇതാ ഇവിടെ നമുക്ക് റെജിൻ്റെ ഈ വീട്ടിൽ വെച്ച് ഇവിടെ വെച്ച് നടത്താം. ഇനി ആൾക്കാർ കൂടണേ ഇവിടെ കൂടിക്കോട്ടെ. എന്നിട്ട് ഇൻഷാ അള്ളാ ഞങ്ങൾ മണവാട്ടിലാണ് കൊണ്ടുപോകും. ഈ ഡ്രസ്സ് തന്നെ മണവാട്ടിക്ക് ഇവിടുന്ന് ഉണ്ടാവുള്ളത് ഞങ്ങൾ അതൊറ്റ ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ വേറെ ഒന്നിനും തിരിയരുത് കേട്ടോ. എല്ലാം ഉണ്ട്, പെണ്ണിനുള്ള പണ്ടും നിക്കാഹാണ് കഴിയട്ടെ. നിക്കാഹാണ് കഴിഞ്ഞിട്ട് ഒക്കെ അങ്ങോട്ട് കെട്ടണം, എന്നിട്ട് നമുക്കങ്ങോട്ട് പോകണം. ഉമ്മ അത് പറഞ്ഞ് ചിരിച്ചു. ഓ, താത്താൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ, ഇന്നിപ്പോൾ താത്താൻ്റെ പണിയാണ് അളവിന് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഉണ്ടാവൂലേ, കുറേ ദിവസമായില്ലേ ഞാൻ വാസം ഒറ്റപ്പെട്ട് നിൽക്കണേ. ഓനക്ക് ഒരു സ്നേഹമുള്ളൊരു പെൺകുട്ടീനെ കിട്ടുക പറയുമ്പോൾ അതൊരു പൂതിയന്നല്ലേ ഏതൊരു ഉമ്മാർക്കും. ഞങ്ങളെ മക്കളെ സന്തോഷമല്ലേ ഏത് ഉമ്മമാർക്കും ഉപ്പാർക്കും ആയാലും വലുത്. ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. നല്ല സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി കയ്യാൻ പടച്ചോൻ വിധി കൂട്ടട്ടെ, അത് മാത്രമാണ്. പടച്ചോനെ റഹ്മാനെ. ഉമ്മ അതാ പ്രാർത്ഥിക്കുന്നു. യാതൊരു തട്ടിമുട്ടും ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ കഴിഞ്ഞു പോണേ. ശരിക്കും അവർക്ക് അവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ശരിക്കും ഭയമുണ്ട്. ഒരു ഭാഗത്ത് ഫസീലയുടെ ആ ഒരു ചിന്താഗതിയാണ്, ഒന്നിനും മടിക്കാത്തോളാണ് ഓള്. മറുഭാഗത്താണെങ്കിലോ സൗദിയുടെ വീട്ടുകാർക്ക് സത്താറിൻ്റെ കാര്യത്തിലുമാണ് പേടി. 2 വീട്ടുകാർക്കും ചെറിയൊരു ഭയമുണ്ട് മനസ്സിൽ. യാതൊരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ റാഹത്തായി നടക്കട്ടെ, അതിനു വേണ്ടി നമുക്ക് ദുആ ചെയ്യിപ്പിക്കണം. യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒക്കെ ഒന്ന് കഴിഞ്ഞു പോട്ടെ. എന്നിട്ട് നമുക്ക് ഒരു 101 എത്തിയ കുട്ടികൾക്കുള്ള ഫുഡും ഡ്രസ്സും കൊടുക്കണം. ഉമ്മ അപ്പോൾ തന്നെ അത് നേർച്ച നേർന്നു. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് വിവാഹം കഴിയണേ വരെ. ഇതിന് നല്ല വട്ടത്തിലായിട്ട് 101 കുട്ടികളെ എവിടെയാണ് കണ്ടുപിടിച്ചത്. ഇനിയിപ്പോൾ എത്തിയങ്കാലം സ്കൂളായാലും വേണ്ടില്ല, എവിടേക്കായാലും ഓർക്കുള്ള ഫുഡും ഒരു നേരത്തെ ഫുഡും ഓരോ കുട്ടി ഡ്രസ്സും അത് മറക്കരുത്. മോനെ ഷമ്മാസേ, എന്തോ ഉമ്മ അല്ലേ, കല്യാണമൊക്കെ നല്ല റാഹത്തായി നടക്കട്ടെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. മറക്കലട്ടെ പൊന്നുമോനെ. ദാ 101 കുട്ടികൾക്കുള്ള ഡ്രസ്സും അവർക്കുള്ള ഭക്ഷണവും അത് കുട്ടിയൊന്ന് ഓർമ്മിച്ച് വെക്കിട്ടോ, മറക്കല്ലേ. അത് നിങ്ങളാരും പൈസ എടുത്ത് ചെയ്യരുത്, എനിക്കിഷ്ടമില്ല. അത് ഞാൻ തന്നെ ചെയ്യണം. ഞാൻ നേർച്ച ചേർന്നാൽ ഞാൻ ചെയ്യും. നിങ്ങളാരും ഇത് വീട്ടിൽ നിന്ന് എനിക്ക് ഇഷ്ടമില്ല, മനസ്സിലായല്ലോ. മറക്കരുത് കേട്ടോ. അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് എനിക്ക് മരണം സംഭവിച്ചു ഉമ്മ ഒന്നും മിണ്ടാന്നാണ് നിങ്ങൾ. ഷമ്മാസ് ദേഷ്യത്തോടെ പറഞ്ഞു. അല്ലേ മോനെ, മരണം എന്ന് പറഞ്ഞാൽ ഒപ്പമുള്ളല്ലേ, ഞാൻ പറയാമെന്ന് മാത്രം. അഥവാ ഞാൻ ഈ കല്യാണത്തിനൊന്നും കൂടാനില്ല, പഠിച്ചവനെ വിളിച്ചു കഴിഞ്ഞാലും മറക്കരുത് കേട്ടോ മോനെ. ഈ ഒരു നേർച്ചക്കടേ അത് എവിടെ എഴുതി വെച്ചാളാ. ഉമ്മ ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല, അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഒക്കെ റാഹത്തായിട്ട് നടക്കട്ടെ. ഷമ്മാസിൻ്റെ മനസ്സിലും ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഏറ്റവും വലിയ ക്രിമിനലാണ് ഫസീലത്ത. അവരാണ് ആ ഹുസൈനാജി എന്ന വില്ലൻ്റെ മുഖത്തേക്ക് വരെ ആസിഡൊഴിച്ച് അയാളെ കിടപ്പിലാക്കിയത്. പടച്ച റബ്ബേ, നീ സൃഷ്ടിച്ചവയുടെ ഷെറിൽ നിന്ന് നീ കാത്തുരക്ഷിക്കല്ല. നവാസ്ക പാവാണ് അല്ലാ, നിഷ്കളങ്കനാണ്, ഒന്നും സംഭവിക്കരുതേ, നിക്കാഹാണ് കഴിയട്ടെ, എന്നാലേ സമാധാനമുള്ളൂ. അടുക്കളയിൽ പണി വളരെയധികം തകൃതിയായി നടന്നു കൊണ്ടിരിക്കുന്നു. പത്തിരി ഉണ്ടാക്കുന്നു, ചുടുന്നു, ഇറച്ചിക്കറി വെക്കുന്നു, ചിക്കൻ ഫ്രൈ ചെയ്യുന്നു, പൊരികൾ ഉണ്ടാക്കുന്നു, ജ്യൂസ് അടിക്കുന്നു, അങ്ങനെ അങ്ങനെ. ഉമ്മ, ഷമ്മാസ് വിളിച്ചു. നോമ്പ് തുറന്ന ഉടനെ പോകണട്ടോ. മോനെ, എന്താടാ എനിക്ക് ഇത്ര തിരക്ക്? നിങ്ങൾക്കെന്താ ഇത്ര തിരക്ക്? റജിനത്ത ചൂടായി. എല്ലളാമ്മ, ഒന്നും ഉണ്ടായിട്ടില്ല, നമുക്കിപ്പോൾ നമ്മൾ കിടക്കണോ. എനിക്കിവിടെ കിടന്നാൽ ഉറക്കില്ലേക്കും അല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ തന്നെ കിടന്നാലും ഉറക്കില്ലുള്ളൂ. അതല്ലമ്മ, അതിപ്പോൾ ഇനിയിപ്പോൾ പുലർച്ചയൊക്കെ അത് ഒരു
ഇനിയിപ്പോൾ നയ്യാണ്ട് പോയിക്കോ, നുസി വരുന്നില്ല. എന്തേ? ബെസ്റ്റ്, ഞാൻ അവളുണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണത്. ആഹാ, എന്താടാ അങ്ങനെയൊക്കെ? നിങ്ങൾക്ക് രണ്ടൊക്കെ ഇവിടെ കിടന്ന് ഉറക്കരുല്ലേ? അല്ല, ഉറക്കം വരാനിട്ടല്ല, അതിപ്പോൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇന്ന് ഏതായാലും പോക്ക് നടക്കൂല, നാളെ പോവാം അല്ലേ താത്ത? മോളെ ഇന്ന് പോട്ടടി. അല്ലല്ല, ഇനി നാളെ പോകാം. റജിനത്ത അവരെ നിർബന്ധിച്ചു. പിന്നെ 27 അവിടെയൊക്കെ രാവിലെ കുറേ ആൾക്കാർ വരും മോളെ. അവർക്കുള്ളതൊക്കെ അരിയും സാധനങ്ങളും പൈസയൊക്കെ എടുത്ത് വെച്ചിക്കണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് ആൾക്കാർ കൊടുത്തേക്കും, എന്നാലും വരുമല്ലോ. വീടിൻ്റെ മുമ്പൊക്കെ കൈയ്യെട്ടിക്കൊണ്ട് അവരെ മടക്കാൻ പറ്റൂലല്ലോ, രാവിലെ തന്നെ വരും. ഞങ്ങൾ ഇന്ന് പോട്ടെ. ഇനി ഞങ്ങൾ പിന്നെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾക്കിപ്പോൾ ഇങ്ങോട്ട് പിന്നെയും വരാനുള്ളതല്ലേ താത്ത? അതിപ്പോൾ ആയിക്കോട്ടെ, നിങ്ങളെ മട്ടമ്മ എന്താ ചെയ്യേ. എന്നാൽ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് നാളെ പോയാൽ മതി. അല്ലേടി, നാളെ രാവിലെ തന്നെ സുബഹിക്ക് വരും. അവിടെ ബെല്ലടിച്ചുകൊണ്ട് ഓരോരുത്തരോര് വരും. എത്ര ആൾക്കാരാ വരികയെന്നോ? എന്തായാലും കണക്കാക്കിയൊക്കെ ഞാൻ വെച്ചേക്കണേ. പിന്നെ കൊടുക്കാനുള്ളത് കായുന്നതിന് ഞാൻ അങ്ങോട്ട് എത്തിച്ച് കൊടുത്തേക്കണേ. വലുത് നമുക്ക് നിർബന്ധമാണല്ലോ. അത് സക്കാത്തുണ്ട്, നമ്മൾ അഴുക്കാണ്, അതാണ് കളയണം. അതിങ്ങനെ എടുത്ത് വെച്ച് നിൽക്കാൻ പറ്റൂലല്ലോ. മക്കളെ, ഇനി നോമ്പ് തുറക്കാനിതാ വെറും 15 മിനിറ്റേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും സെറ്റായി. സൗദയുടെ അമ്മ വിചാരിക്കുന്ന പോലെ കേട്ടോ, നല്ല ഉഷാറാണ്. കാരണം എന്താ, അപ്പുറത്തെ വീട്ടിലൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരല്ലേ. നല്ല ഉഷാറ് വെച്ചാൽ നല്ല ചൊടിയായിട്ട് പണിയെടുക്കുകയാണ്. എത്ര പെട്ടെന്നാന്നോ. അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനൊന്നും ഒരു കുട്ടിയെ വിട്ടില്ല. ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് എല്ലാം പുറത്തേക്ക് പെറുക്കി കൊണ്ടുപോയി അവിടുന്ന് നല്ല ഉരച്ച് മോറി കഴുകി വൃത്തിയാക്കി അവിടെ കടിച്ചു വാരി തുടച്ച്. എത്ര പെട്ടെന്നാണ്. അല്ലെങ്കിലും ചില പെണ്ണുങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമാണ്. പഠിച്ചവനെ ആരോഗ്യ ആഫിയത്ത് നൽകട്ടെ. റജിനത്തെയും ഉമ്മയും അതാ സംസാരിക്കുന്നു. താത്ത, ചിലപ്പം സൗദക്ക് വരാൻ പറ്റാത്തതാണെങ്കിൽ അവർ വരും. നല്ല ഉഷാറാണ്, കിട്ടിയാലൊക്കെ കാര്യം നമുക്ക്. അപ്പോഴേക്കും അതാ ഫുഡും കാര്യങ്ങളെല്ലാം അതാ ഡൈനിങ് ടേബിളിൽ സെറ്റാക്കിയിരിക്കുന്നു. അതിനിടയ്ക്ക് അവിടെ ഒരു ബിരിയാണിയും വെച്ചിട്ടുണ്ട്. അതൊക്കെ സൗദിയുടെ ഉമ്മ തന്നെ സെറ്റാക്കി. എന്താ വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ലല്ലോ, ഈ പത്തിരി എന്തൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു ബിരിയാണി നെയ്ച്ചോറിനേക്കാളും നല്ല അതാ തോന്നി. അപ്പം അങ്ങനെ ഉണ്ടാക്കിയച്ചേക്കാൻ. പള്ളിയിൽ നിന്ന് അതാ ബാങ്കുലി കേൾക്കുന്നു. എല്ലാവരും അതാ നോമ്പ് തുറക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.